ഷാലോം ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സന്യാസിനി, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സങ്കേതമായി മാറിയ ദൈവദാസി, ആത്മീയവും മാനസികവുമായി തകർന്നു പോയവർക്ക് ആശ്രയിക്കാൻ ഒരു വഴികാട്ടി. എറണാകുളം ജില്ലയിലെ അങ്കമാലി നായത്തോട് സെന്റ് ജോസഫ് പള്ളി ഇടവകാംഗമായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ CSN തൻ്റെ വ്യത്യസ്തമായ സേവന മേഖലകൾ കൊണ്ട് ശ്രദ്ധേയയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ രക്ഷമാത്രം ലക്ഷ്യമാക്കി നിരവധി ശുശ്രൂഷകളാണ് ഈ നസ്രത്ത് സഭാ സന്യാസിനി കാഴ്ചവെക്കുന്നത്. ധ്യാന ശുശ്രൂഷ, സ്പിരിച്വൽ ഷെയറിംഗ്, ജയിൽ മിനിസ്ട്രി, സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ തൻ്റെ സ്വർഗീയ മണവാളന്റെ മുഖവും ശബ്ദവുമായി മാറുകയാണ് ഈ സമർപ്പിത. സിസ്റ്ററിന് മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഷാലോം ടി വിയുടെ പ്രേക്ഷകർക്കായി സിസ്റ്ററിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ 8 മക്കളാണ്. 6 ചേച്ചിമാർ, പിന്നെ ഞാൻ, എൻ്റെ താഴെ എൻ്റെ ആങ്ങള. 6 ചേച്ചിമാരിൽ 5 പേരെ വിവാഹം ചെയ്തയച്ചു. അവർക്ക് മൂത്തവർക്കൊക്കെ 5, 6, 7 മക്കളായി. ബാക്കി 2 ചേച്ചിമാർക്ക് 2 മക്കൾ വീതം. എൻ്റെ ആങ്ങളെ വിവാഹം കഴിച്ചു. ആങ്ങളയ്ക്ക് 2 മക്കൾ. അതിൽ മക്കളെ 2 പേരെയും വിവാഹം കഴിച്ചയച്ചു. പിന്നെ എൻ്റെ ചേച്ചി, 4ാമത്തെ ചേച്ചി സിസ്റ്ററാണ്. പട്ടുവം കോൺഗ്രിഗേഷനിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് DSS കോൺഗ്രിഗേഷനിലാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഒരു മകൾ അവിടെയുണ്ട്. ഞങ്ങളങ്ങനെ ചേച്ചിമാരുടെ 2 മക്കൾ സിസ്റ്റേഴ്സ്, ഞങ്ങൾ 2 പേര് സിസ്റ്റേഴ്സ്. അങ്ങനെയാണ് എൻ്റെ കുടുംബം. സിസ്റ്റർ ലിറ്റിൽ ഫ്ലവറിൻ്റെ ആങ്ങളെയാണ് ഞാൻ. എൻ്റെ പേര് ഡേവീസ്. എൻ്റെ വൈഫ് അമ്മണി. ഞങ്ങൾക്ക് 2 മക്കൾ. ഞങ്ങളുടെ വീട്ടിൽ 8 മക്കളാണ്. 8 മക്കളിൽ ഇളയാളാണ് ഞാൻ. പെൺമക്കളിൽ ഇളയാളാണ് സിസ്റ്റർ. ഞങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും സന്ധ്യപ്രാർത്ഥന എത്തിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ ചെറുപ്പത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. എത്ര ജോലി കഴിഞ്ഞ് വന്നാലും, പാടത്തെ പണികൾ കഴിഞ്ഞ് വന്നാലും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി കാര്യം വീട്ടിലുണ്ടായിട്ടുള്ളൂ. വീട്ടിലെ സന്ധ്യപ്രാർത്ഥനയും ദൈവിക കാര്യങ്ങളിലുള്ള ശ്രദ്ധ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ അമ്മ എപ്പോഴും ഈ കൊന്ത ചെല്ലുന്ന ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊച്ചു ചെറുപ്പം മുതൽ ഈ കൊന്തയിൽ മാതാവിലെ ആശ്രയിച്ച് ഈ കൊന്ത കയ്യിൽ മാറ്റാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളെന്നും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാതാവിനോടുള്ള അടുപ്പവും, എൻ്റെ അപ്പൻ തന്നെ എൻ്റെ ഈ സിസ്റ്റർക്ക് പേരിട്ടിരിക്കുന്നത് അപ്പം ഒരു നിമിത്തം പോലെ പ്രസവിക്കുന്നതിന് മുമ്പേ അപ്പൻ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ് ലിറ്റിൽ ഫ്ലവർ, കൊച്ചു ത്രേസ്യാന്ന് അവൾക്ക് പേരിടുന്നത്. അത് പരസ്യമായിട്ട് പ്രസവിച്ച് വീണ സമയത്ത് തന്നെ അപ്പൻ അവിടെയുള്ള സ്ത്രീകളെ കൂടി ഇത്ര 7ാമത്തെ ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൻ ഉറക്കെ അവരോട് പറഞ്ഞതായിട്ട് എപ്പോഴും ഞങ്ങളുടെ ആ ചുറ്റുപറ്റുള്ള ആളുകളും സ്ത്രീകളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് ഞാൻ പേര് വരെ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. അവൾക്ക് ഞാൻ കൊച്ചു ത്രേസ്യാന്ന് പേര് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയണേ? 7 കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ അതും പെണ്ണാണല്ലോ എന്ന് ചോദിച്ച് മറ്റുള്ളവർ വന്നപ്പോൾ എൻ്റെ അപ്പൻ ഉറച്ച സ്വരത്തിൽ പറയുന്നത് ഞങ്ങളുടെ അയൽവാസികൾ പറഞ്ഞ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അത്ര ജനിച്ച് വീണ കാലം മുതൽ ദൈവിക ഒരു അനുഭവത്തിൽ ജീവിച്ച ആളാണ് സിസ്റ്റർ. എന്ന് സിസ്റ്ററിന് പള്ളി എന്ന് പറഞ്ഞ ഒരു ആവേശമായിരുന്നു. അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ചിട്ടയും അടക്കും. സന്ധ്യപ്രാർത്ഥനയ്ക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരലും, അതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിരുന്ന് പാട്ട് പാടലും, അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്ററുടെ ജീവിതത്തിൽ അത് ഇപ്പോഴും സിസ്റ്റർ അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ എത്ര സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കാലത്തെ സിസ്റ്ററിന്റെ കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ അമ്മയും അപ്പനും വളരെ വിശ്വാസവും പ്രാർത്ഥനയുള്ള കൂട്ടത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ജനിക്കുമ്പോൾ തുടങ്ങി രാവിലെ എഴുന്നേറ്റ് കിടക്കുന്ന പായയിലിരുന്ന് തന്നെ ജപമാല ചെല്ലുക, പള്ളിയിൽ പോവുക. അന്ന് അകപ്പറമ്പിൽ എയർപോർട്ടിൻ്റെ അടുത്താണ് അകപ്പറമ്പ്. അത്രയും കിലോമീറ്റർ നടന്നും എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോഴേ എല്ലാ ദിവസവും അല്ലെങ്കിലും വിശേഷ ദിവസങ്ങളിൽ, ശനിയാഴ്ചകളിൽ, പ്രത്യേക ദിവസങ്ങളിലെല്ലാം ഈ മക്കളെ കൂട്ടിക്കൊണ്ട് നടന്നു പോകുമായിരുന്നു. അതുപോലെ കാലടി പള്ളിയിൽ ഒരു നൊവേന ഉണ്ടായിട്ടുള്ളൂ. അതെൻ്റെ അമ്മ നടന്ന്
ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ നടന്ന് ഇവിടെ വന്നിട്ട് ആ നൊവേന കൂടും, നിത്യസഹായ മാതാവിൻ്റെ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ച് ആൺകൊച്ചാന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും, വയറ്റിൽ കിടക്കുന്ന കൊച്ച് ഇതുപോലെ വചനം പ്രസംഗിക്കണം, ഇതുപോലെ വചനം പ്രസംഗിക്കുന്നത് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വയറ്റിൽ കിടക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും സന്ധ്യ പ്രാർത്ഥന മുടങ്ങിയതായിട്ടോ കൃത്യസമയം വിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. പോലെ വണക്കമാസങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. നോമ്പ് കാലത്ത് ഒരു പ്രത്യേകത, എല്ലാ പ്രാർത്ഥനകളും പതിവുള്ളത് ചെയ്യും. അതോടൊപ്പം തന്നെ കുരിശിൻ്റെ വഴി 14 സ്ഥലത്തും പ്രാർത്ഥനയും പാട്ടും. അത് ഞങ്ങളെല്ലാവരും എത്ര കൊച്ചാണെങ്കിലും ശരി മുട്ടുകുത്തി എഴുന്നേറ്റ് തന്നെ ആ പ്രാർത്ഥന ചെല്ലണം. ഇല്ലെങ്കിൽ എൻ്റെ അപ്പം പറയും എടുത്ത് പാടത്തിടാൻ. അത്രയ്ക്കും നിഷ്ഠയായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ. എൻ്റെ അപ്പൻ സന്ധ്യയായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതും തുടങ്ങുന്നതും എൻ്റെ അപ്പനാണ് നേതൃത്വം കൊടുക്കുക. അങ്ങനെ ഒരു നിഷ്ഠ, അത് ഉറക്കം തൂങ്ങാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിർബന്ധമാണ് മുട്ടുകുത്തി നിൽക്കണമെന്നുള്ളത്. അത്രയ്ക്കും കർശനമായിരുന്നു പ്രാർത്ഥനാ ജീവിതം ചെറുപ്പകാലത്ത്. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാനും ഇത് കണ്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കിട്ടിയ ആ ഒരു ശൈലി എനിക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒരു ദൈവത്തോടൊരു ബന്ധം. അതിൽ നിന്ന് ഞാനിങ്ങനെ ഓർക്കുന്നു, ഞാൻ പഠിക്കാൻ നേരത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തൊക്കെ ഞാൻ ഈശോനെ വിളിക്കും, ഈശോയെ എനിക്കിതറിയില്ല, ഈശോയെ. എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു ഫ്രണ്ട്, ഒന്നും അറിഞ്ഞിട്ടല്ല ഈശോടുത്ത എങ്ങനെയാണ് ഈശോ ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ ഞാനിങ്ങനെ പറയും, ഈശോയെ എന്നെ ഇത് പഠിപ്പിക്കണം, എനിക്ക് ഇതറിയില്ല. അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ ചിലപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയൊക്കെ തല്ലിടുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറയുന്നത് എൻ്റെ ഈശോയെ എന്നെ അവൻ തല്ലി, അല്ലെങ്കിൽ ഞാൻ അവനെ ഇടിച്ചു, ഇങ്ങനെ കുഞ്ഞു കാര്യം വരെയും ഞാൻ ഈശോടാണ്. അന്നും വലുതായിട്ടും ഞാനിപ്പോഴും അത് തുടരുന്നു. ആ അന്ന് കിട്ടിയ ശീലമാണ് എനിക്കിപ്പോഴും അത്. സിസ്റ്ററിൻ്റെ ആദ്യത്തെ പേര് കൊച്ചുത്രേസ്യ എന്നായിരുന്നല്ലോ. പിന്നീട് സിസ്റ്റർ ആയതിനു ശേഷവും അതേ പേര് തന്നെ ലിറ്റിൽ ഫ്ലവർ എന്ന് സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്? ഞാൻ എൻ്റെ അമ്മയും അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ അപ്പന് സ്വപ്നത്തിൽ കിടന്നുറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ കുട്ടി കൊച്ചു പെണ്ണാണ്, കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പേരിടണമെന്ന്. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഇത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ പേര് മാറ്റിക്കളയാൻ എനിക്ക് ഇഷ്ടമില്ല. മടത്തി വരുമ്പോൾ ഞങ്ങൾക്ക് പേര് മാറും, പ്രൊഫഷൻ സ്വീകരിക്കണേക്ക് മുന്നേ നോഷീറ്റിൽ വെച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഈ പേരായതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് തന്നത്, ഞാൻ എഴുതി കൊടുത്തതും ഈ പേരാണ്. എനിക്ക് ഇടാൻ വേണ്ടി സുപ്പീരിയേഴ്സ് തിരിച്ച് തന്നതും ഈ പേര് തന്നെ. സിസ്റ്ററിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ചെറുപ്പത്തിൽ 7ാം ക്ലാസ് വരെ ഞങ്ങളുടെ അടുത്ത് തന്നെ നായത്തോട് ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ കാലയളവിൽ എനിക്കെന്തോ സിസ്റ്റേഴ്സ്, മഠം, ഇതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പഠിക്കുന്നത് കാലടി ആശ്രമത്തിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ ആശ്രമത്തിലൊന്നും പോകില്ല, എന്നെ ഏതെങ്കിലും മഠത്തിൽ കൊണ്ട് പഠിപ്പിക്കാനാക്കണം. അങ്ങനെയാണ് അങ്കമാലി ഹോളി ഫാമിലി, ക്ലാര മടങ്കാരുടെ സ്കൂളിലാണ് ഹോളി ഫാമിലി സ്കൂള്. അങ്ങനെ ഞാൻ അവിടെ പഠിക്കുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മഠത്തിൽ ചേർന്ന ആ ചിന്തയൊക്കെ അങ്ങ് പോയി. തുടർന്ന് ഞാൻ ലാബ് ടെക്നീഷ്യൻ എന്നെ അപ്പം പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മൂക്കന്നൂർ ആശുപത്രിയിലോട്ട് ഞാൻ പോവുകയാണ്. അവിടെ ചെന്ന് എൻ്റെ ചേച്ചി അവിടെ അപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ അവിടെ പോയി ജോലി ചെയ്യുന്ന മൂത്ത സിസ്റ്റർ കുറേ ഇപ്പം മരിച്ചുപോയി. ആ സിസ്റ്റർ ഇങ്ങനെ വാർഡിലൊക്കെ, അന്ന് വാർഡനായിരുന്നു, സൂപ്പറായിരുന്നു കോൺവെൻറ്റിൽ. മദർ അപ്പോൾ ജോലി ചെയ്യുന്ന ആ വാർഡിലൊക്കെ പാവപ്പെട്ട, റൂമിലല്ല വാർഡിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട് അടുത്ത് എപ്പോഴും ചെല്ലുക, അവരെ പേര് പറഞ്ഞ് വിളിക്കുക. പേരൊക്കെ പറഞ്ഞ് വിളിക്കുക എന്ന് പറയുമ്പോൾ അവരോടൊരു ബന്ധമുള്ളതിൻ്റെ അടയാളമുള്ള. അതുപോലെ തീരെ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും. പിന്നെ അവർക്ക് മരുന്നാണെങ്കിലും വല്ല ദാനം കിട്ടുന്ന മരുന്നൊക്കെ പൈസ ഇല്ലാതെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം കാശില്ലെന്ന് പറയുമ്പോഴാണെങ്കിലും ഒരു ഔദാര്യ മനസ്സോടെ കൊടുക്കുന്ന കാണുന്നു. അതൊക്കെ എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചു. കാരണം പാവങ്ങളോടുള്ളൊരു കരുണ എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പാവങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, മാറ്റി വെച്ചിരുന്നൊക്കെ. അപ്പോൾ അതൊന്നും കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനും ഒക്കെ
ഒരു അവസരമായി. പഠിക്കുമ്പോൾ തന്നെ ഒരു സന്യാസിനിയാകണമെന്ന താല്പര്യമുണ്ടായിരുന്നു? പഠിക്കുമ്പോൾ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് പോയി. പിന്നീട് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ മൂക്കന്നൂർ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്നു. തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം വന്ന്, ആഗ്രഹമൊന്നും അധികം ഉണ്ടായില്ല. പക്ഷെ ഈ അമ്മ എന്നോട് പറഞ്ഞു, ഗൊരേറ്റി അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചു ത്രേസ്യ നീ ഞങ്ങളുടെ മഠത്തിൽ പോയി 2 ദിവസം നിന്ന് നോക്ക്, അവിടെ ചില പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ കൂടെ നിന്ന് നോക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒന്ന് മഠത്തിലോട്ട് വരിക. അപ്പോൾ അവിടെ എന്തോ ക്യാമ്പോ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ക്യാമ്പെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി അന്ന് രാത്രി പ്രാർത്ഥന നടത്തുക. ആ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ആ സിസ്റ്റർ ഒരു പാട്ട് പാടി ഇങ്ങനെ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക്. അതിങ്ങനെയാണ്: യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. പിന്നെ യേശുവിനെ കേൾക്കണം. അടുത്ത വരി യേശുവിനെ ആസ്വദിക്കണം. അപ്പോൾ യേശുവിനെ കാണാൻ എൻ്റെ കണ്ണ് തുറന്നു തരണേ, യേശുവിനെ കേൾക്കാൻ എൻ്റെ കാത് തുറന്നു തരണേ, യേശുവിനെ ആസ്വദിക്കാൻ എൻ്റെ ഹൃത്തടം തുറന്നു തരണം. ഇതാണ് ആ ഇരുവടികളായിരുന്നു. ഞാൻ ഒരു ദിവസം കേട്ടേ ഉള്ളൂ ആ പാട്ട്, പക്ഷെ അപ്പം തന്നെ ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ മൂളിപ്പാട്ട് പാടും പോലെ പാടുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീടെന്ന് വെച്ചാൽ, എൻ്റെ വീട് എനിക്ക് ഭയങ്കര സ്വർഗം പോലെയാണ്. എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും, അപ്പനും അമ്മയും ഞങ്ങളുടെ മക്കൾ, അപ്പോഴേക്കൊക്കെ മൂത്ത ചേച്ചിമാരെ 3 പേരെ കല്യാണം കഴിച്ചു. നേരത്തെ കല്യാണം കഴിച്ചു 2 ചേച്ചിമാർ. പിന്നെ 3ാമത്തെ ചേച്ചീനെയും കല്യാണം കഴിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞായിരുന്നു. അതൊന്നും എനിക്ക് അവരുമായിട്ട് ജീവിച്ചതൊന്നും ഓർമ്മയില്ല, കല്യാണം കഴിഞ്ഞ ഓർമ്മകളുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലെ ചേച്ചിമാരും എല്ലാവരും കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുറേ ഇങ്ങനെ സംസാരിക്കും, അപ്പനും അമ്മയും മക്കളും കൂടിയൊക്കെ. അപ്പോൾ എല്ലാ കാര്യവും, സ്കൂളിൽ പോയവർ അവരുടെ കാര്യം പറയും, അപ്പന് കൃഷിയാണ്, കൃഷിയുടെ കാര്യം പറയും, അമ്മയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അങ്ങനെ എന്തോ ഒരു സദ്യ ഉണർന്ന ഒരു സന്തോഷമാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ കൂട്ടായ്മ. പക്ഷെ അതൊന്നും അത്ര ആഴത്തിൽ മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ ആ ഒരു സുഖം വിടാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ. ഈ മഠത്തിൽ ചെന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ 2 ദിവസമേ നിന്നുള്ളൂ അവിടെ. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിൽ വന്നുമ്പോൾ ആ ഒരു സുഖം എനിക്ക് മനസ്സിൽ കാരണങ്ങളൊന്നുമില്ലാതെ എനിക്ക് നഷ്ടപ്പെടുന്നു. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല കാരണങ്ങൾ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഇങ്ങനെ മഠത്തിൽ പോണ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ ചേച്ചി മഠത്തിൽ പോയി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സുഖം നഷ്ടപ്പെട്ടത്? അപ്പം എനിക്ക് ഉത്തരം കിട്ടിയത് മറ്റൊരു കാര്യം, എന്നെ എപ്പോഴും എനിക്ക് ഒരാളെ കൂട്ടുപിടിച്ചാൽ ഭയങ്കര സ്നേഹം, ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഞാൻ. പക്ഷെ കൂട്ടിൽ ഒട്ടുമില്ല. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഈശോയോട് ഇങ്ങനെ എല്ലാ വർത്താനമൊക്കെ പറയുമായിരുന്നു. ഞാൻ സങ്കടമൊക്കെ പറയും. ഞാനാകെ ഓർമ്മിക്കുന്നത് ഇതുള്ളൂ: ഈശോയെ ഇന്ന ആളിങ്ങനെ വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന സന്തോഷമുണ്ട്, ഇന്ന കാര്യമുണ്ട്, എന്തെയൊക്കെ സ്പെഷ്യൽ സാധനം കണ്ടിട്ട് ഞാൻ ഈശോയോട് പറയും ഇത് പുതിയ സാധനമാണ്. അങ്ങനെ ഒരു പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ മരണമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആര് മരിച്ചാലും സങ്കടമാണ്. അപ്പം ഞാനോർത്തു, മരിക്കാത്ത ഒരാൾ ഈ ലോകത്തില്ല, മരിക്കാത്ത ഒരാൾ ഈശോ മാത്രമേ ഉള്ളൂ. അപ്പം മരിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ സ്നേഹിക്കുന്ന ആളും മരിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ചിന്ത. അപ്പം ഞാനിങ്ങനെ ഓർത്തു, മരിക്കാത്ത ഒരാൾ ഈശോ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊരു കാരണം. രണ്ടാമത് എനിക്ക് ഈ സുഖം നഷ്ടപ്പെട്ടു. അത് ഞാൻ തിരിച്ച് മടത്തി ചെന്നപ്പോഴാണ് ആ സുഖം എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്ക് അവധി കഴിഞ്ഞാൽ ക്യാമ്പിന് ആദ്യത്തെ കുറച്ച് നാൾ ചെന്നാൽ വീട്ടിൽ തിരിച്ചു വരാം. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാം, പോണോ പോണ്ടേ. ഇനി എപ്പോൾ വേണമെങ്കിലും അങ്ങനെ പരിശീലന കാലഘട്ടം കഴിയുമ്പോൾ അവധിയുണ്ട്. അപ്പം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പോണോ. പക്ഷേ ഈ സുഖവും ഈ ചിന്തയും എന്നെ വീണ്ടും തിരിച്ച് മഠത്തിലോട്ട് തന്നെ എത്തിച്ച് ആ സുഖം ഇന്നും എനിക്ക് നിലനിൽക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതാണ് എൻ്റെ ദൈവവിളി സ്വീകരിക്കാനുള്ള ഒരു കാരണം. സന്യാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവും പിന്നീടുള്ള പരിശീലന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? പരിശീലന കാലഘട്ടം സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ സാധാ ഉള്ള ഒരു പരിശീലന കാലഘട്ടമായിരുന്നു. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കുന്നത് എൻ്റെ നോഷിറ്റ് കാലഘട്ടം.
അന്നൊന്നും സാധാ എല്ലാവരെ പോലെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കും, കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കും. എത്ര ആഴപ്പെട്ടൊന്നുമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഇതിൽ നിന്നും പിന്നെ മടത്തി വന്നതിന് ശേഷം പഠിച്ച നമ്മളെ പരിശീലിപ്പിക്കുന്ന ഇതിൽ നിന്നും പതിവായിട്ട് ചെയ്യുന്നു. പക്ഷെ നോവിഷ്യറ്റ് കാലഘട്ടത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് പരിശീലന കാലഘട്ടത്തിൽ 1 മണിക്കൂർ പേഴ്സണൽ പ്രയറുണ്ട്, രാവിലെ മെഡിറ്റേഷൻ അരമണിക്കൂറുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുന്നേ. അതൊക്കെ ഞാനും ചെയ്യുന്നു. പക്ഷെ നോവിഷ്യറ്റ് കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണൽ പ്രയറിന് രാവിലത്തെ മെഡിറ്റേഷനോ വന്നിരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ബൈബിൾ എൻ്റെ വീട്ടിൽ വായിക്കും പ്രാർത്ഥന കഴിയുമ്പോൾ, അതല്ലാതെ പേഴ്സണലായിട്ട് പഠിക്കുകയോ വായിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പേഴ്സണൽ പ്രയറിന് 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ ബൈബിൾ വിടർത്തി എൻ്റെ മടി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇരിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിന് എനിക്കൊരു കോൺഫിഡൻസ്, ശ്രദ്ധ കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടി ഇച്ചിരി കഴിയുമ്പോഴത്തേനും എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പാട്ടുകൾ വരുമായിരുന്നു. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ നോട്ട് ബുക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ധ്യാനത്തിൻ്റെയും ക്ലാസ്സിൻ്റെയും ഒക്കെ കയ്യിലുണ്ടാവും. അപ്പം ഞാൻ അത് കഴിയുമ്പോഴത്തെ അത് എഴുതി വയ്ക്കും. അങ്ങനെ കുറേ പാട്ടുകൾ ആ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നോഷിറ്റ്. അപ്പോൾ ആ നോഷിറ്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ കുറേ പാട്ടുകൾ ഈശോ തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ കാലയളവ് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും നല്ല സാഹിത്യ രൂപത്തിൽ. സാകൂട്ടിയാണെങ്കിൽ എല്ലാം സാകൂട്ടി, മാകൂട്ടിയാണെങ്കിൽ എല്ലാം അങ്ങനെ സാഹിത്യ രൂപത്തിൽ. അത് ഞാൻ അത് കഴിയുമ്പോൾ ഓർക്കും, അയ്യോ എന്ത് രസമാണ് പാട്ട്. ട്യൂണും അതിനനുസരിച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കി ഞാൻ പാടിക്കൊണ്ടിരിക്കുക. പിന്നീട് ഞാനതിങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷന് വന്നിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ വരും. മറ്റൊരു ഇതുണ്ടായിരുന്നത്, ഞാൻ വചനം വായിച്ചു കഴിയുമ്പോൾ, വചനത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് തരണം വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനമൊക്കെ. പക്ഷെ ഞാൻ വചനം വായിച്ചിങ്ങനെ സൈലൻ്റായി ഇരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ധ്യാനിക്കാനൊക്കെ പഠിപ്പിക്കും ഞങ്ങളുടെ മിസ്ട്രസ്. പക്ഷെ ആ രീതികളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് മുഴുവനായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കുറച്ചൊക്കെ പറ്റുന്ന പോലെ ഫോളോ ചെയ്യും. പക്ഷേ എനിക്ക് തനിയെ ഇങ്ങനെ വായിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സൈലൻ്റായിട്ട് അങ്ങ് പെട്ടെന്ന് പോയാൽ ഈ വായിച്ച വചനത്തിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വരുമായിരുന്നു. വയൽ വിരിയുന്ന പോലെ ഒരു സെൻറ്റൻസ് ആയിരിക്കും വായിച്ചത്, പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിരിഞ്ഞ് വരുന്നത് പോലെ ചിന്തിക്കുക ഒന്നും ചെയ്യാതെ ആലോചിച്ചെടുക്കാതെ മനസ്സിലിങ്ങനെ വിരിഞ്ഞ് വരും. ഈ 2 പ്രത്യേകതകൾ എൻ്റെ നോഷിറ്റ് കാലഘട്ടത്തിൽ. അപ്പം ഞാനത് എൻ്റെ ഡയറിയിലൊക്കെ എഴുതി വയ്ക്കും. പിന്നെ ബുക്ക് എടുത്ത് അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു വർഷം ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ സ്വാഭാവികമായ ബാലിശങ്ങൾ, വാശികൾ, കുറവുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് താനും. പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചു നിർത്തിയ ഒരു സാഹചര്യമായിരുന്നു. സന്യാസ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം എത്ര നാൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചിരുന്നു? ഞാൻ പഠിച്ചു വന്നതുകൊണ്ട് ഉടുപ്പിട്ട് പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ 1985 എൻ്റെ പ്രൊഫഷൻ കഴിയുന്നത്. ഫെബ്രുവരി 2 പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ തന്നെയായിരുന്നു ഒരു 12 വർഷത്തോളം. പല സ്ഥലങ്ങളിലായിട്ട്. ആദ്യം ഹൈ റേഞ്ച് സൈഡിലായിരുന്നു, ജൂനിയർ ആയിരിക്കുമ്പോൾ ഒരു 2.5 വർഷത്തോളം. പിന്നെ ബാംഗ്ലൂരായിരുന്നു ഒരു 3 വർഷത്തോളം. പിന്നെ അവിടെ നിന്ന് ഞാൻ നോർത്ത് UP-യിലോട്ട് പോയി, മണിപ്പൂർ, അലഹബാദ് സൈഡ്. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചാബ്, ആസാം, എടക്കുന്ന്, ഇവിടെ നാട്ടിൽ എടക്കുന്നിൽ സ്റ്റെല്ല മാരീസ്. ഇത്ര ഹോസ്പിറ്റലുകളിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്തത്. ഹോസ്പിറ്റൽ മിനിസ്ട്രി എനിക്ക് ഭയങ്കര ഹരമായിരുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സിസ്റ്ററിൻ്റെ ദൈവാനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഞാൻ ആസാമിലായിരിക്കുമ്പോൾ അവിടെ വില്ലേജിൽ ഉള്ള മനുഷ്യരൊക്കെ ആ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി പോലെയാണ്, എന്നാലും വിസിറ്റിംഗ് ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടെ വരുമായിരുന്നു. അവിടുത്തെ ഒരു പ്രചാരം എന്ന് പറയും, ഒരു പള്ളിയിലെ കപ്പേര് പോലെ നമുക്ക്. അപ്പോൾ അവർ എപ്പോഴും വരും. നല്ലൊരു ഫാമിലിയാണ്. അപ്പോൾ അവർ വന്ന് എപ്പോഴും വിസിറ്റ് ചെയ്യുക. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മഠത്തോടുള്ളതായിരുന്നു. അപ്പോൾ അവൻ്റെ വൈഫിന് ഒരു ദിവസം പനി കൂടി. അവിടെ സാധാരണ വരുന്ന മലേറിയ, ടൈഫോയിഡ്, അങ്ങനെ പല അസുഖങ്ങളും, പകർച്ചവ്യാധികൾ അവിടെ സ്ഥിരമാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒത്തിരി ദൂരം പോകണം അവർക്ക്. അതുകൊണ്ട് അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, 8 മാസം കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് വേഗം വലിയ ആശുപത്രിയിലോട്ട് കൊണ്ടുപോക്കോ, ഡോക്ടർ ഒന്നും വരുന്ന ദിവസമല്ല. അപ്പോൾ അവർ പറഞ്ഞു, സാറില്ല സിസ്റ്റർ നോക്കിയാൽ മതി, പനി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ നോക്കില്ല,
അവന് എന്തോ അത്യാവശ്യം വന്നപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ആക്കിയിട്ട് തിരിച്ചു പോയി. അവന് അത്യാവശ്യം വന്ന കൊച്ചവിടെയുള്ള മൂത്ത കൊച്ചുള്ളതാണ്. അന്ന് അത്യാവശ്യം പാരസെറ്റമോൾ കൊടുത്ത് സ്പഞ്ച് ബാത്തൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പനി കൂടി. ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റേ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. പിറ്റേ ദിവസമായപ്പോഴാണ് ഇവൻ വരുന്നതും കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ കുർബാനയ്ക്ക് പോയിരിക്കുക. ഓടി വന്നിട്ട് പറഞ്ഞു സിസ്റ്റർ ജി വേഗം വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ഓടി കുർബാനയുടെ ഇടയ്ക്ക് തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവൾ ഒരു പന്തിയല്ലാത്ത പോലെ കാണുന്നു. ഞാൻ വേഗം പള്ളിയിൽ അച്ഛൻ്റെ വണ്ടി തന്നെ വേഗം പറഞ്ഞു വിട്ട് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് 5-8 മൈൽ പോകണം വേറെ ഹോസ്പിറ്റലിലോട്ട്, വലിയ ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ വണ്ടിയിൽ ഞാനും കയറി. കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ അവരോട് കൃത്യം പറഞ്ഞിരുന്നു പ്രഗ്നൻ്റ് ആണ്, ഇത്ര സീരിയസ് ആണ്, പനിയാണെന്നൊക്കെ. അപ്പോൾ ഇവരതിനകത്ത് ഗൗരവം കൊടുത്തില്ല. ഞാൻ ആവുന്നത്ര ഗൗരവം കൊടുത്തു. പിന്നെ ആരും പോകരുതെന്ന് പറഞ്ഞ് ഒരാളെ അവിടെ നിർത്തിച്ചു. എന്ത് ചെയ്തിട്ട് ഇവർ പറഞ്ഞാൽ കേൾക്കാതായപ്പോൾ എനിക്ക് അത്യാവശ്യം പാരസെറ്റമോൾ കൊടുക്കാം, സ്പഞ്ച് ബാത്തൊക്കെ. എന്നിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഞാനും കയറി അങ്ങോട്ട് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഡെലിവറിയുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് പോകുന്നത്. ഡെലിവറി ആയി. പിന്നെ ചെന്നപാടെ ലേബർ റൂമിലോട്ട് കയറ്റി. ഡോക്ടർ വന്ന് പരിശോധിച്ചു. കൊച്ചിനെയൊക്കെ തിരിച്ചെടുത്തു. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടിട്ട് അപ്പോൾ മഞ്ഞപ്പിത്തം എല്ലാം ഞാൻ നോക്കിയിരുന്നു. അവിടെ ചെന്ന് നോക്കി, നെഗറ്റീവാണ്. പിറ്റേ ദിവസം നേരം വെളുത്ത് രാവിലെ മഠത്തിലോട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. ഖീരാമുത്തു എന്നാണ് അവളുടെ പേരായിരുന്നത്. ഖീരാമുത്തു മരിച്ചു. എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് എന്തെങ്കിലും സംഭവിച്ച ഇവിടെ ഡോക്ടറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഇതെന്തോ സീരിയസ് ആണെന്ന്. ഡോക്ടറില്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞതുകൊണ്ട് വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു. ആവുന്നത്ര വേഗം സ്പീഡിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ അവിടെ നിന്നാണ് ഈ ചെറിയ ആശുപത്രി വെച്ചിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സമയം ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ രാത്രിയാണ് അവൾ മരിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പരിപാലന. എന്നെ ആ ജീവിതം ഇവിടെ വെച്ച് പോകാതെ ദൈവം പരിപാലിച്ച് വേണ്ടടുത്ത് എത്തി വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആ ജീവിതത്തെ എടുത്ത്. പക്ഷേ ഇവിടെ വെച്ചാണെങ്കിൽ എനിക്കും ഒരു മനസ്സിന് വിഷമം, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും ഒരു വല്ലാത്ത വിഷമമായി മാറിയാണ്. അതുപോലെ ഞാൻ ഓർക്കുന്ന സ്റ്റെല്ലാമാരിസിൽ അടക്കുന്നതിൽ ഞാനായിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പനിയായിട്ടാണ് വന്നത്. ഇതുപോലെ തന്നെ രാത്രി അന്ന് ഡ്യൂട്ടി ഞാനായിരുന്നു. രാത്രിക്ക് പനിയൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ ഇവന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കട്ടിലിൽ കിടത്തി കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങും, കട്ടിലിൽ ബോൾ പോലെ. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഒരു സന്നിഗ്ധാവസ്ഥയായി. എന്താണെന്ന് ആർക്കും തിരിയുന്നില്ല അസുഖം എന്താണെന്ന്. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയായപ്പം ഈ റൂമിലോട്ട് വന്ന് എൻ്റെ അമ്മയും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് എന്തോ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളതെന്ന് വെറുതെ തോന്നുവാണ് എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവരോട് പറഞ്ഞു ജപമാല ചെല്ലാൻ, ഈ വീട്ടിലുള്ളവരോട്. ഞാൻ ഈ പയ്യൻ്റെ അടുത്തിരുന്നിട്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇത് മരുന്ന് കൊണ്ടല്ല മാറുന്നതെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഇവൻ നേരം വെളുത്തു, ഡോക്ടർ വന്നു, ഇവൻ നോർമലായി. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കാരണം ഡോക്ടറിന് പോലും ടെസ്റ്റിന് പോലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം അവിടെ ഒരു ഭയങ്കര അത്ഭുതം പ്രവർത്തിക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോഴും ആ ചെറുപ്പക്കാർ ഇപ്പോൾ വലുതായി, കല്യാണം കഴിഞ്ഞ് ഫാമിലിയായി. പക്ഷെ ഞാൻ വേറെ ആലുവ അടുത്തൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ഇവൻ ഫാമിലിയെ പാടെ ഇപ്പോഴും അവിടെ വന്ന് കാണുമോ മിണ്ടോ എന്ന് വെച്ചാൽ അവനന്ന് ദൈവം പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ഓർമ്മ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇങ്ങനെ ഹോസ്പിറ്റൽ സൈഡിൽ തന്നെ എനിക്ക് ഒത്തിരി പേഷ്യൻ്റ് ആയിട്ടുള്ള ഇടപെടലിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ. അത് പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജോലിയായി അത്ര അങ്ങോട്ട് ദൈവം ചെയ്തത് പിന്നീട് നിലനിർത്താറില്ല. ഞാൻ ആസാമിൽ നിന്ന് തിരിച്ചു വരാനുള്ള കാരണം സിസ്റ്റർ ഒന്ന് പങ്കുവയ്ക്കാമോ? സ്റ്റെല്ലാമാരിസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര പനി. പക്ഷേ ആരോടും പറയില്ല. പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. പിന്നെ കുറയാതാകുമ്പോൾ വീണ്ടും എടുത്ത് കഴിക്കും. പിന്നെ കുറേ നാളെത്തിയപ്പോൾ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ വരുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് 1 വർഷം എത്തില്ല. അപ്പോൾ എന്നും എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പനിയുണ്ട്. കാല് മൊത്തം ഒരു വണ്ണം വെച്ച്
ഫീൽ ചെയ്യണം. നടക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ട്, ഉറക്കം കുറഞ്ഞു വരുന്നു, അങ്ങനെയല്ല. അപ്പം മരുന്ന് കുറച്ചൊക്കെ വേദനയുടെ അറിയാവുന്നത് കൊണ്ട് എടുത്ത് കഴിക്കും. പക്ഷെ ഇവിടെ വെച്ച് തന്നെ ഞാൻ എന്നിട്ട് ഡോക്ടറെ കണ്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തു. റൂമാറ്റിക് ആർത്രൈറ്റിസ് പോസിറ്റീവായിരുന്നു അന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇത് അറിയാമായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്ന് ഓവറാനും പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആദ്യത്തെ വർഗീയ ലഹള നടക്കുന്നു. അപ്പം എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിങ് എല്ലാം ഈ ശരീരത്തിന് പറ്റാതായി വരുന്നു, അസുഖത്തിന്. അങ്ങനെ 1 വർഷം കഷ്ടിച്ച് ഞാനിങ്ങനെ എത്തിക്കുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്നത്. കാരണം കണ്ടിന്യൂ ചെയ്യാൻ അസുഖം കൊണ്ട്, ശരീരം കൊണ്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലോട്ട് പോയിടയായി. വ്യത്യസ്തമായ കർമ്മമേഖലകൾ കൊണ്ട് സന്യാസ ജീവിതത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ CS ആണ് നമ്മോട് കൂടെയുള്ളത്. സിസ്റ്ററിൻ്റെ കർമ്മമേഖലകളിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അടുത്ത ആഴ്ച വരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഞങ്ങൾ 8 മക്കളും അമ്മയും അപ്പനും അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു. ഞങ്ങൾ അന്നും കുടുംബം നല്ല പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു. സിസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ സിസ്റ്ററിൻ്റെ പേര് കൊച്ചുത്രേസ്യാന്ന് ഇടണമെന്നാണ് ഞങ്ങളുടെ അപ്പം തീരുമാനിച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാം അമ്മയൊക്കെ വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് സിസ്റ്റർ ആയത് തന്നെ ഇന്ന് ഈ നിലയിലെത്തിയതും. ഇപ്പോൾ സിസ്റ്റർ സാധാരണ ഒരു സിസ്റ്റർമാരെ പോലെ മഠത്തിൽ ഒതുങ്ങി കഴിയല്ല. സിസ്റ്റർ ഇങ്ങനെ തെരുവിലൊക്കെ നടന്നിട്ട് രോഗികളെയും അവശരെയും ഒക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. സിസ്റ്റർ ഇന്ന് ഈ നിലയിലെത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും സിസ്റ്ററിൻ്റെ ഈ സേവനം മുന്നോട്ട് ഇതുപോലെ തന്നെ പോട്ടെ എന്നും ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും.